ഹായ്. ഇലക്ട്രിക്കൽ മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സിന്റെ ഫസ്റ്റ് പാർട്ടാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ബേസിക് ഇലക്ട്രിക്കലിന്റെ കീഴിൽ വരുന്ന ടോപ്പിക്കാണ് ഇലക്ട്രിക്കൽ മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. എന്താണ് മെഷർമെന്റ്? ഓക്കെ, നമുക്കറിയാം ഒരു അൺനോൺ ആയിട്ടുള്ള ഒരു ക്വാണ്ടിറ്റിയെ അതിന്റെ മാഗ്നിറ്റ്യൂഡ് നമ്മൾ മെഷർ ചെയ്യുക എന്നുള്ളതാണ് അല്ലേ. ആൻഡ് ആ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഒരു ഡിഫൈൻഡ് സ്റ്റാൻഡേർഡുമായിട്ട് കമ്പയർ ചെയ്തിട്ടാണ് നമ്മൾ മെഷർമെന്റ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഈ കിട്ടിയ ഒരു മെഷർമെന്റ് അല്ലെങ്കിൽ ആ ന്യൂമറിക്കൽ വാല്യൂ മീനിങ് ഫുൾ ആവണമെങ്കിൽ അതിനൊരു യൂണിറ്റും കൂടി വേണം. ഓക്കെ, ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ മെഷർമെന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത്. ഓക്കെ, ഒരു മെഷർമെന്റിന് വേണ്ട രണ്ട് ബേസിക് റിക്വയർമെന്റ് എന്ന് പറയുന്നത്, ഫസ്റ്റ് വൺ, the standard used for comparison purpose must be accurately defined and should be commonly accepted. ഒരു സ്റ്റാൻഡേർഡ് ആയിട്ട് നമ്മൾ കമ്പയർ ചെയ്യണം എന്നാണ് പറഞ്ഞിരുന്നത് അല്ലേ. അപ്പം ആ സ്റ്റാൻഡേർഡ് ആക്യുറേറ്റ്ലി ഡിഫൈൻഡ് ആയിരിക്കണം, അതേപോലെ കോമൺലി അക്സെപ്റ്റഡ് ആയിരിക്കണം. Okay, then second is the apparatus used and the method adopted must be provable. നമ്മൾ യൂസ് ചെയ്യുന്ന അപ്പാരറ്റസും നമ്മൾ എടുക്കുന്ന മെത്തേഡും രണ്ടും പ്രൂവബിൾ ആയിരിക്കണം. ഓക്കെ, ദെൻ മെത്തേഡ്സ് ഓഫ് മെഷർമെന്റ്. മെഷർമെന്റ് നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്ന് ഡയറക്റ്റ് മെത്തേഡ്, രണ്ട് ഇൻഡയറക്റ്റ് മെത്തേഡ്. ഡയറക്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ഒരു അൺനോൺ ക്വാണ്ടിറ്റി ഡയറക്ട്ലി കമ്പയർഡ് വിത്ത് പ്രൈമറി ഓർ സെക്കൻഡറി സ്റ്റാൻഡേർഡ്. ഈ സ്റ്റാൻഡേർഡ്സ് എന്താണെന്ന് ഞാൻ പറയാം. പ്രൈമറി എന്ന് പറയുന്നത് നമുക്കൊരു റെഫറൻസ് ആണ്, റെഫറൻസ് സ്റ്റാൻഡേർഡ് ആണ്. ദെൻ സെക്കൻഡറി എന്ന് പറയുന്നത് കാലിബ്രേറ്റ് ചെയ്തിട്ടുള്ള സ്റ്റാൻഡേർഡ്, അതായത് ഓൾറെഡി പ്രൈമറി ആയിട്ട് കമ്പയർ ചെയ്ത് കാലിബ്രേറ്റ് ചെയ്തിട്ടുള്ള സ്റ്റാൻഡേർഡ്സിനാണ് നമ്മൾ സെക്കൻഡറി സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. ഇപ്പൊ ഡയറക്റ്റ് മെത്തേഡിൽ ഈ അൺനോൺ ക്വാണ്ടിറ്റിയെ പ്രൈമറി അല്ലെങ്കിൽ സെക്കൻഡറി സ്റ്റാൻഡേർഡുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഈ കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ന്യൂമറിക്കൽ നമ്പർ മാത്രമല്ല, അതിന്റെ കൂടെ ഒരു യൂണിറ്റും കൂടി കാണും. ഇപ്പൊ ഡയറക്റ്റ് മെത്തേഡ്സിൽ എപ്പോഴും ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് റിസൾട്ട് കിട്ടണമെന്നില്ല. ഓക്കെ, ദെൻ സെക്കൻഡ് ആണ് ഇൻഡയറക്റ്റ് മെത്തേഡ്. അവിടെ എന്ന് പറയുമ്പോൾ നമുക്ക് മെഷർ ചെയ്യേണ്ട ഈ അൺനോൺ ക്വാണ്ടിറ്റിയെ വേറെ ഒരു മെഷറബിൾ ക്വാണ്ടിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്യാണ്. കൺവേർട്ട് ചെയ്തിട്ട് ആ മെഷറബിൾ ക്വാണ്ടിറ്റീനെ മെഷർ ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റവും യൂസ് ചെയ്യും. ഓക്കെ, അപ്പൊ ഈ ഇൻഡയറക്റ്റ് മെത്തേഡാണ് കുറച്ചുകൂടി ആക്യുറേറ്റും സെൻസിറ്റീവും ആയിട്ടുള്ള മെത്തേഡ്. ദെൻ മെഷർമെന്റ് സ്റ്റാൻഡേർഡ്സ് നേരത്തെ പറഞ്ഞു, പ്രൈമറി സ്റ്റാൻഡേർഡ്, സെക്കൻഡറി സ്റ്റാൻഡേർഡ് എന്നിങ്ങനെയൊക്കെ. അപ്പോൾ നമുക്ക് ആക്യുറസിനെ ബേസ് ചെയ്തിട്ടാണ് ഈ മെഷർമെന്റ് സ്റ്റാൻഡേർഡ്സ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. മെയിൻലി 4 ആയിട്ടാണ് ഡിവൈഡ് ചെയ്തേക്കുന്നത്: പ്രൈമറി, സെക്കൻഡറി, ടേർഷ്യറി, വർക്കിംഗ്. ഓക്കെ, അപ്പോൾ ഈ പ്രൈമറി സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത് മാസ്റ്റർ സ്റ്റാൻഡേർഡ്സ് അല്ലെങ്കിൽ റെഫറൻസ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്താണ്, ഒരു പ്രീ ഡിഫൈൻഡ് സ്റ്റാൻഡേർഡ്സ് ആണ്. ഓക്കെ, അപ്പൊ ഈ പ്രൈമറി സ്റ്റാൻഡേർഡ്സ് നമ്മൾ യൂസ് ചെയ്യുന്ന സെക്കൻഡറി സ്റ്റാൻഡേർഡ്സിനെ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടും കൂടിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഒരു കോമൺലി യൂസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് അല്ല, നമ്മൾ പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്, അതിനെ കൺവേർട്ട് ചെയ്തിട്ട് ഇൻഡയറക്റ്റ് മെത്തേഡിലായിരിക്കും കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. സെക്കൻഡറി സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് കാലിബ്രേഷൻ സ്റ്റാൻഡേർഡ്സ്, അതായത് പ്രൈമറി ആയിട്ട് വളരെ ക്ലോസ് ആക്യുറസി ഉള്ള സ്റ്റാൻഡേർഡ്സ് തന്നെയാണ് സെക്കൻഡറി എന്ന് പറയുന്നതും. ഇറ്റ് കമ്പയർഡ് അറ്റ് റെഗുലർ ഇന്റർവെൽസ് വിത്ത് പ്രൈമറി സ്റ്റാൻഡേർഡ്സ് ആൻഡ് റെക്കോർഡ് ദെയർ ഡീവിയേഷൻ. ഓരോ റെഗുലർ ഇന്റർവെല്ലിലും പ്രൈമറി സ്റ്റാൻഡേർഡ് ആയിട്ട് സെക്കൻഡറി സ്റ്റാൻഡേർഡ്സ് കമ്പയർ ചെയ്തതിന് ശേഷം ആ ഡീവിയേഷൻ റെക്കോർഡ് ചെയ്യുകയാണ്. ഓക്കെ, അതിനാണ് നമ്മൾ കാലിബ്രേഷൻ എന്ന് പറഞ്ഞൊരു പ്രോസസ്സ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് വേണ്ട സ്റ്റാൻഡേർഡ് ആയിട്ട് അതിനെ കാലിബ്രേറ്റ് ചെയ്ത് വെക്കുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇസ് ടെർഷ്യറി സ്റ്റാൻഡേർഡ്സ് അല്ലെങ്കിൽ ഇൻസ്പെക്ഷൻ സ്റ്റാൻഡേർഡ് എന്ന് പറയും. നമ്മൾ സാധാരണ വർക്ക്ഷോപ്സിലും ലാബോറട്ടറീസിലൊക്കെ നമ്മൾ റെഫറൻസ് പർപ്പസിന് യൂസ് ചെയ്യുന്ന ഫസ്റ്റ് സ്റ്റാൻഡേർഡ്സ് ആണ് ഈ ടെർഷ്യറി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇൻസ്പെക്ഷൻ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. ഇത് യൂസ് ചെയ്യുന്നത് വർക്കിംഗ് സ്റ്റാൻഡേർഡുമായിട്ട്, അതായത് ഒരു വർക്ക്ഷോപ്പ്
അല്ലെങ്കിൽ ലാബോറട്ടറിയിലെ വർക്കേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടാണ് നമ്മളിതിനെ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടെർഷ്യറി യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇറ്റ് ഇസ് നോട്ട് യൂസ്ഡ് ആസ് ഫ്രീക്വൻലി ആൻഡ് കോമൺലി ആസ് എ വർക്കിംഗ് സ്റ്റാൻഡേർഡ് ബട്ട് മോർ ഫ്രീക്വൻലി ദാൻ സെക്കൻഡറി സ്റ്റാൻഡേർഡ്സ്. സെക്കൻഡറിയേക്കാളും കൂടുതൽ ഉപയോഗിക്കുന്നുണ്ട്, എന്നാൽ വർക്കിങ്ങിന്റെ അത്രയും നമ്മൾ ഉപയോഗിക്കുന്നില്ല. ഓക്കെ, ആൻഡ് ഇതും എന്താ പറയാ, ഒരു ഇന്റർവെൽസ്, റെഗുലർ ഇന്റർവെൽസിൽ, വർക്കിംഗ് സ്റ്റാൻഡേർഡ്സിന്റെ റെഗുലർ ഇന്റർവെൽസിൽ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ടെർഷ്യറി നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ വർക്കിംഗ് സ്റ്റാൻഡേർഡ്സ് ഫോർത്ത് വൺ എന്ന് പറയുന്നത് വർക്ക്ഷോപ്പ് മെഷറിംഗ് സ്റ്റാൻഡേർഡ്സ്, അതായത് യൂസ്ഡ് ഫോർ ആക്ച്വൽ മെഷർമെന്റ് ഇൻ വർക്ക്ഷോപ്പ് ഓർ ലബോറട്ടറീസ് ബൈ ദി വർക്കേഴ്സ്. ഓക്കെ, അപ്പം ഇത് ആക്യുറേറ്റ് ആയിരിക്കണം, ടെർഷ്യറി സ്റ്റാൻഡേർഡ് പോലെ തന്നെ മാക്സിമം ആക്യുറസി ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പം ഇങ്ങനെ 4 സ്റ്റാൻഡേർഡ്സ് ആണ് നമ്മൾ മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. അപ്പം മെയിനായിട്ട് ഓർത്താൽ മതി, പ്രൈമറി എന്ന് പറയുന്നത് റെഫറൻസ് അല്ലെങ്കിൽ ഒരു മാസ്റ്റർ സ്റ്റാൻഡേർഡ്, സെക്കൻഡറി എന്ന് പറയുമ്പോൾ അത് കാലിബ്രേഷൻ കഴിഞ്ഞിട്ടുള്ളതാണ്, ടെർഷ്യറി എന്ന് പറയുമ്പോൾ ഒരു ഇൻസ്പെക്ഷൻ എന്നൊരു പർപ്പസിന് വേണ്ടിയിട്ടുള്ളതാണ്, ദെൻ വർക്കിംഗ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത് വർക്ക്ഷോപ്പ് മെഷറിംഗ് സ്റ്റാൻഡേർഡ്സ്, അതായത് വർക്കേഴ്സിന് നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റാൻഡേർഡ്സ് ആണ്. ദെൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മെഷറിംഗ് സിസ്റ്റം. ഒരു മെഷറിംഗ് സിസ്റ്റത്തിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് രണ്ടായിട്ട് ബേസിക്കലി ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് സ്റ്റാറ്റിക് ആര, രണ്ട് ഡൈനാമിക് ആര. ഓക്കെ, സ്റ്റാറ്റിക് ആര എന്ന് പറയുന്നത് ഇൻപുട്ട് കോൺസ്റ്റന്റ് ആയോ അല്ലെങ്കിൽ സ്ലോലി വേരിയിങ് ആണെങ്കിൽ നമ്മളതിനെ, സ്ലോലി എന്ന് പറഞ്ഞാൽ വെരി സ്ലോലി വേരിയിങ് ആണെങ്കിൽ നമ്മളതിനെ സ്റ്റാറ്റിക് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയാം. ദെൻ ഡൈനാമിക് എന്ന് പറയുമ്പോഴേക്കും ഇൻപുട്ട് കോൺസ്റ്റന്റ് അല്ല, റാപ്പിഡ്ലി വിത്ത് ടൈം ഇൻപുട്ട് ചേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ടിലെ വേരിയേഷൻ, അതാണ് ഡൈനാമിക് ആര എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ സ്റ്റാറ്റിക് ക്യാരക്ടറിസ്റ്റിക്സിൽ വരുന്ന 8 കാര്യങ്ങളാണ് സെൻസിറ്റിവിറ്റി, ലീനിയാരിറ്റി, റീപ്രൊഡ്യൂസിബിലിറ്റി, റേഞ്ച് ആൻഡ് സ്പാൻ, സ്റ്റാറ്റിക് എറർ, ലോഡിംഗ് എഫക്ട്സ്, ആക്യുറസി ആൻഡ് പ്രിസിഷൻ, റെസൊല്യൂഷൻ. ഡൈനാമിക് എറയിൽ വരുന്നതാണ് സ്പീഡ് ഓഫ് റെസ്പോൺസ്, മെഷറിംഗ് ലാഗ്, ഫിഡിലിറ്റി, ഡൈനാമിക് എറർ. ഓക്കെ, അപ്പൊ ഇത് ഓരോന്നും എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഓർത്ത് വെക്കുക, സ്റ്റാറ്റിക് എന്ന് പറയുമ്പോൾ ഒന്നെങ്കിൽ ഇൻപുട്ട് കോൺസ്റ്റന്റ് ആക്കി വെച്ചുകൊണ്ട് ഔട്ട്പുട്ടിൽ എന്ത് വേരിയേഷൻ വരുന്നു, അല്ലെങ്കിൽ സ്ലോ വേരിയേഷൻസ് ഇൻപുട്ടിന് കൊടുത്തിട്ട് ഔട്ട്പുട്ടിന് എന്തിന് വേരിയേഷൻ വരുന്നു എന്നതാണ് സ്റ്റാറ്റിക്. ഡൈനാമിക് എന്ന് പറയുമ്പോൾ റാപ്പിഡ് ആയിട്ട് ഇൻപുട്ടിന് ചേഞ്ച് വരിക വിത്ത് റെസ്പെക്ട് ടു ടൈം, അപ്പോൾ ഔട്ട്പുട്ടിൽ ഉണ്ടാവുന്ന വേരിയേഷൻസിനെയാണ് നമ്മൾ, അല്ലെങ്കിൽ ആ ഇൻസ്ട്രുമെന്റിന് കാണിക്കുന്ന ഒരു ബിഹേവിയറിനെയാണ് നമ്മൾ ഡൈനാമിക് എന്ന് പറയുന്നത്. സ്റ്റാറ്റിക് ക്യാരക്ടറിസ്റ്റിക്സിലെ ഫസ്റ്റ് വൺ സെൻസിറ്റിവിറ്റി. ഓക്കെ, സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത് നമുക്ക് ഇൻപുട്ട് ചേഞ്ച് ആവുന്ന അനുസരിച്ച് ഔട്ട്പുട്ടിൽ എത്രത്തോളം ചേഞ്ച് വരുന്നു. ഓക്കെ, അതാണ് നമ്മൾ സെൻസിറ്റിവിറ്റിനെ പറയുന്നത്. അതായത് സെൻസിറ്റിവിറ്റി ഓഫ് മെഷർമെന്റ് ഈസ് എ മെഷർ ഓഫ് ചേഞ്ച് ഇൻ ഇൻസ്ട്രുമെന്റ് ഔട്ട്പുട്ട് ദാറ്റ് ഒക്കേഴ്സ് വെൻ ദ ക്വാണ്ടിറ്റി ബീങ് മെഷർഡ് ചേഞ്ചസ് ബൈ എ ഗിവൺ എമൗണ്ട്. ഇൻപുട്ടിലെ വേരിയേഷൻ അനുസരിച്ച് ഔട്ട്പുട്ടിൽ എത്രത്തോളം വേരിയേഷൻ വരുന്നു എന്നുള്ളതാണ് സെൻസിറ്റിവിറ്റി എന്ന് പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് റേഷ്യോ ഓഫ് ചേഞ്ച് ഇൻ ഔട്ട്പുട്ട് ടു ചേഞ്ച് ഇൻ ഇൻപുട്ട് നമുക്ക് സെൻസിറ്റിവിറ്റിയെ പറയാം. ഓക്കെ, അപ്പൊ മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സിന്റെ കേസിൽ ഹൈ സെൻസിറ്റിവിറ്റി ആണ് എന്ന് പറയുകയാണെങ്കിൽ ആ ഇൻസ്ട്രുമെന്റിന് ഹയർ ആക്യുറസി ആണെന്നാണ് അർത്ഥം. ഓക്കെ, സെക്കൻഡ് ഇസ് ലീനിയാരിറ്റി. It is normally decided that the output reading of the instrument is linearly proportional to the quantity being measured. Quantity being measured എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് വേരിയേഷൻ അനുസരിച്ച് ലീനിയർ ആയിട്ടാണ് ഔട്ട്പുട്ട് വേരിയേഷൻ വരുന്നത് എന്ന് കാണിക്കുന്നതാണ്. എത്രത്തോളം ലീനിയർ ആണെന്നുള്ളതാണ് ശരിക്കും ലീനിയാരിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കിപ്പോ ഈ ഒരു ഗ്രാഫ് കാണുമ്പോൾ നിങ്ങൾക്കറിയാം, ഇപ്പൊ നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ, ഐഡിയലി നമ്മളൊരു ഇൻസ്ട്രുമെന്റ് ലീനിയർ ആണെന്ന് കൺസിഡർ ചെയ്യണമെങ്കിൽ ഇൻപുട്ട് ഔട്ട്പുട്ട് വേരിയേഷൻ എന്ന് പറയുന്ന നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് നമുക്ക് മെഷർ ചെയ്യാം, അതായത് ഫിറ്റ് ചെയ്യാൻ പറ്റണം, അതായത് നമുക്ക് ഡ്രോ ചെയ്യാൻ പറ്റണം. അതിന്റെ ഗ്രാഫ് എടുക്കുകയാണെങ്കിൽ, ആ ഒരു വേരിയേഷൻ എടുക്കുകയാണെങ്കിൽ, അപ്പോൾ സ്ട്രെയിറ്റ് ലൈൻ അല്ല നമുക്ക് കിട്ടുന്നതെങ്കിൽ, അതായത് ഇപ്പോൾ ഒരു കർവായിട്ടാണ് ഇരിക്കുന്നത്, ഒരു ആക്ച്വൽ കർവ് എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്, ആ കർവായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ അതൊരു നോൺ ലീനിയർ
മെഷർമെന്റ് ആണ്, അല്ലെങ്കിൽ നോൺ ലീനിയർ ഇൻസ്ട്രുമെന്റ് ആണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഓക്കെ, അപ്പൊ നോൺ ലീനിയാരിറ്റി എന്ന് പറയാം, അതായത് ഒരു ഐഡിയൽ സ്ട്രെയിറ്റ് ലൈനും ആക്ച്വൽ കർവും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസിനെയാണ് നമ്മൾ നോൺ ലീനിയാരിറ്റി ആയിട്ട് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു നോൺ ലീനിയാരിറ്റി അല്ലെങ്കിൽ ആ ഒരു കാലിബ്രേഷൻ കർവും സ്ട്രെയിറ്റ് ലൈനും തമ്മിലുള്ള ആ ഒരു ഡീവിയേഷനെ നമ്മൾ മാക്സിമം ഡീവിയേഷൻ എന്ന് നമ്മൾ പറയും. അതാണ് ഇപ്പൊ നമ്മൾ ഗ്രാഫിൽ കാണിച്ചിരിക്കുന്നത്. ഒരു ഇൻപുട്ട് ഔട്ട്പുട്ട് പ്ലോട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഐഡിയലി നമുക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ കിട്ടണം, പക്ഷെ ആക്ച്വൽ കർവുമായിട്ട് ആയിരിക്കും നമുക്കത് കിട്ടുന്നത്. ഒരു നോൺ ലീനിയാരിറ്റിയോട് കൂടിയായിരിക്കും നമുക്കത് കിട്ടുന്നത്. അപ്പൊ ആ ഒരു ഡീവിയേഷനെ നമ്മൾ മാക്സിമം ഡീവിയേഷൻ എന്ന് പറയും. ഓക്കെ, then third one is reproducibility. In the measurement, the given value may be repeated or measured assuming that environmental conditions are same for each measurement. Okay. അപ്പം റീപ്രൊഡ്യൂസിബിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മളൊരു ക്വാണ്ടിറ്റി അൺനോൺ നമ്മൾ മെഷർ ചെയ്യണം. ആ മെഷർ ചെയ്യുന്ന സമയത്ത് അവിടെയുള്ള എൻവയോൺമെന്റൽ കണ്ടീഷൻസ് എല്ലാം സെയിം ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യാണ്. അങ്ങനെ നമ്മൾ മെഷർമെന്റ്സ് റിപ്പീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് സെയിം വാല്യൂ കിട്ടണം. ഓക്കെ, അങ്ങനെ മെഷർമെന്റ്സ് റിപ്പീറ്റഡ് മെഷർമെന്റ് ചെയ്യുമ്പോൾ സെയിം വാല്യൂ കിട്ടുന്ന ആ ഒരു ക്ലോസ്നെസ്സിനെയാണ് നമ്മൾ റീപ്രൊഡ്യൂസിബിലിറ്റി, അതായത് നമ്മൾ ഇപ്പോൾ ഒരു റെസിസ്റ്റൻസ് മെഷർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അടുത്ത ഒരു മൊമെന്റിലും ആ റെസിസ്റ്റൻസ് മെഷർ ചെയ്യുമ്പോൾ സെയിം വാല്യൂ തന്നെ നമുക്ക് കിട്ടണം. അങ്ങനെ റിപ്പീറ്റഡ്ലി നമ്മൾ മെഷർ ചെയ്യുമ്പോൾ സെയിം വാല്യൂ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുന്ന ആ ഒരു കേപ്പബിലിറ്റിനെയാണ് നമ്മൾ റീപ്രൊഡ്യൂസിബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഇപ്പോൾ ഒരു എന്താ പറയാ, ഒരു റെസിസ്റ്റൻസ് മെഷർ ചെയ്യാണ്, അപ്പൊ സെയിം മീറ്റർ വെച്ചിട്ട് തന്നെ നമ്മൾ മെഷർ ചെയ്യാണ്, പക്ഷെ ഡിഫറെന്റ് ഒബ്സർവും ഒരു കണ്ടക്ടിങ് എക്സ്പെരിമെന്റ് അണ്ടർ സെയിം കണ്ടീഷൻ. ഓക്കെ, സെയിം കണ്ടീഷനിൽ തന്നെ അല്ലെങ്കിൽ സെയിം എൻവയോൺമെന്റൽ കണ്ടീഷനിൽ തന്നെ മെഷർ ചെയ്യുമ്പോൾ സെയിം എക്യുപ്മെന്റും ആണ്. അപ്പൊ വേറൊരു ആൾക്കാർ വന്ന് മെഷർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് റിപ്പീറ്റഡ് വാല്യൂസ് ആണെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു ക്ലോസ് ആയിട്ടുള്ള വാല്യൂസിനെയാണ് നമ്മൾ റീപ്രൊഡ്യൂസിബിലിറ്റി എന്ന് പറയുന്നത്. അപ്പം റീപ്രൊഡ്യൂസിബിലിറ്റി എന്ന് പറയുന്നത് പക്കയാണെങ്കിൽ അല്ലെങ്കിൽ അതായത് പെർഫെക്റ്റ് ആണെങ്കിൽ നമുക്ക് ഡ്രിഫ്റ്റ് ഇല്ല എന്ന് പറയാം. ഓക്കെ, അതായത് മെഷേർഡ് വാല്യൂ ടൈമുമായിട്ട് വേരി ചെയ്യുന്നില്ല എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം, അതായത് പെർഫെക്റ്റ് റീപ്രൊഡ്യൂസിബിലിറ്റി ആണെങ്കിൽ. ഇനി അതേപോലെ ഈ റീപ്രൊഡ്യൂസിബിലിറ്റി എന്ന് പറയുന്ന കേസിൽ ഒരു ഡൗട്ട് വരുന്ന ഒരു വാക്കാണ് റിപ്പീറ്റബിലിറ്റി. റിപ്പീറ്റബിലിറ്റി എന്ന് പറയുമ്പോൾ എൻവയോൺമെന്റൽ കണ്ടീഷനും സെയിം ആണ്, മെഷർ ചെയ്യുന്ന ഇൻസ്ട്രുമെന്റും സെയിം ആണ്, അതേപോലെ ഒബ്സർവറും സെയിം ആണ്. ഓക്കെ, റീപ്രൊഡ്യൂസിബിലിറ്റിയിൽ ഡിഫറെന്റ് ഒബ്സർവർ ആണ് ചെയ്യുന്നത്. ഓക്കെ, എ എന്ന് പറയുന്ന ഒരു ആൾ മെഷർ ചെയ്തു, ബി എന്ന് പറയുന്ന ഒരാൾ മെഷർ ചെയ്തു, രണ്ടും ഏകദേശം സെയിം വാല്യൂ കിട്ടുകയാണെങ്കിൽ അത് റീപ്രൊഡ്യൂസിബിലിറ്റി എന്ന് പറയുന്ന ഒരു കഴിവ് ആ ഒരു ഇൻസ്ട്രുമെന്റിന് ഉണ്ട് എന്ന് നമുക്ക് പറയാം. ഓക്കെ, അതേപോലെ ഞാൻ തന്നെ 2 പ്രാവശ്യം മെഷർ ചെയ്യുകയാണെങ്കിൽ സെയിം കണ്ടീഷൻസിൽ സെയിം ഇൻസ്ട്രുമെന്റ് വെച്ചിട്ട് മെഷർ ചെയ്യുകയാണെങ്കിൽ റിപ്പീറ്റബിലിറ്റി, അത് റിപ്പീറ്റ് ചെയ്യാൻ പറ്റി എന്ന് പറയാം. ഓക്കെ, then fourth one is range and span. ഓക്കെ, റേഞ്ച് എന്ന് പറയുന്നത് മാക്സിമം ആൻഡ് മിനിമം ഓഫ് ഇൻപുട്സ് ഓർ ഔട്ട്പുട്ട് വാല്യൂസ്, അതിനാണ് നമ്മൾ റേഞ്ച് എന്ന് പറയുന്നത്. ആൻഡ് സ്പാൻ എന്ന് പറയുന്നത് ദ ആൾജിബ്രിക് ഡിഫറൻസ് ഓഫ് ദി അപ്പർ ആൻഡ് ലോവർ ലിമിറ്റ്സ് ഓഫ് ദി റേഞ്ച്. ഈ മാക്സിമം മിനിമം തമ്മിലുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ സ്പാൻ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ടേംസ് ഒക്കെ എക്സാമിന് ചോദിക്കാറുണ്ട്, അതുകൊണ്ട് ശ്രദ്ധിച്ച് അത് മനസ്സിലാക്കുക. ഓക്കെ, then fifth one is static error. അതായത് നമ്മൾ മെഷർ ചെയ്യുന്ന വാല്യൂ എന്ന് പറയുന്നത് ട്രൂ വാല്യൂവിനെക്കാളും എന്തോരം ഡിഫറൻസ് ഉണ്ട് എന്നുള്ളതാണ് എന്ത് സ്റ്റാറ്റിക് എറർ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് മെഷേർഡ് വാല്യൂയും ട്രൂ വാല്യൂ തമ്മിലുള്ള ഒരു ഡീവിയേഷനാണ് സ്റ്റാറ്റിക് എറർ എന്ന് പറയുന്നത്. ഓക്കെ, then ലോഡിംഗ് എഫക്ട്സ്. ലോഡിംഗ് എഫക്റ്റ് എന്ന് പറയുന്നത് ഈ ഇൻസ്ട്രുമെന്റിന്റെ ഒരു ബിഹേവിയർ ഉണ്ടാവുന്ന ചേഞ്ച്, നമ്മൾ ലോഡ് കൊടുത്തു കഴിയുമ്പോൾ ഓക്കെ, ഈ സർക്യൂട്ട് പാരാമീറ്ററിനോ ക്യാരക്ടറിസ്റ്റിക്സിനോ അല്ലെങ്കിൽ ബിഹേവിയറിനോ ഉണ്ടാവുന്ന ആ ഒരു ചേഞ്ചിനാണ് നമ്മൾ ലോഡിംഗ് എഫക്റ്റ് എന്ന് പറയുന്നത്. ദെൻ 7th വൺ ആക്യുറസി. ആക്യുറസി ഇസ് എ ക്ലോസ്നെസ്
with which the instrument reading approaches the true value of the variable under measurement. Okay. അതായത് ട്രൂ വാല്യൂ അല്ലെങ്കിൽ ആക്സെപ്റ്റഡ് വാല്യൂനോട് എത്രത്തോളം ക്ലോസ് ആയിട്ട് നമുക്ക് മെഷേർഡ് വാല്യൂ കിട്ടുന്നു എന്നുള്ളതിനാണ് നമ്മൾ ആക്യുറസി എന്ന് പറയുന്നത്. അതായത് ട്രൂ വാല്യൂ തന്നെയാണോ, ഇപ്പൊ 3.84 എന്നൊരു വാല്യൂ കിട്ടണമെങ്കിൽ നമുക്ക് 3.83 എന്ന് കിട്ടുമ്പോൾ ആ ഒരു ട്രൂ വാല്യൂ ആയിട്ട് എത്രത്തോളം അടുത്താണ്, അതാണ് നമ്മൾ ആക്യുറസി എന്ന് പറയുന്നത് അല്ലേ. ട്രൂ വാല്യൂനോട് അടുക്കും തോറും വാല്യൂ അടുക്കും തോറും ആക്യുറേറ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഇൻസ്ട്രുമെന്റ് മെഷർ ചെയ്യുന്ന വാല്യൂ ട്രൂ വാല്യൂ ആയിട്ട് എത്രത്തോളം മാച്ച് ചെയ്യുന്നു, അതാണ് ആക്യുറസി. ദെൻ 8th പ്രിസിഷൻ. പ്രിസിഷൻ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, റീപ്രൊഡ്യൂസിബിലിറ്റി. അതായത് ഒരു സക്സസീവ് മെഷർമെന്റ്സ് എടുക്കുമ്പോൾ, റിപ്പീറ്റഡ് ആയിട്ട് മെഷർമെന്റ് എടുക്കുമ്പോൾ ക്ലോസ് ആയിട്ടുള്ള വാല്യൂസ് കിട്ടാനുള്ള ഒരു കേപ്പബിലിറ്റി. ഓക്കെ, അത് എത്രത്തോളം ഉണ്ടെന്നുള്ളതിനാണ് നമ്മൾ പ്രിസിഷൻ എന്ന് പറയുന്നത്. റീപ്രൊഡ്യൂസിബിലിറ്റി എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു കഴിവ്, കേപ്പബിലിറ്റി എന്നാണ് പറയുന്നത്. പ്രിസിഷൻ എന്ന് പറയുന്നത് അത് എത്രത്തോളം ഉണ്ടെന്നുള്ളത്, ആ ഒരു മെഷർ ഓഫ് റീപ്രൊഡ്യൂസിബിലിറ്റി ആണ് പ്രിസിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഈ പ്രിസിഷൻ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത് കൺഫോമിറ്റിയും സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഒക്കെ വെച്ചിട്ട് നമുക്ക് പറയാം. അതായത് കൺഫോമിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഡിസയർ ചെയ്തിരിക്കുന്ന ഒരു വാല്യൂ അല്ലെങ്കിൽ നമ്മൾ ട്രൂ വാല്യൂ എന്ന് പറഞ്ഞ് നമ്മൾ ആക്സെപ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു വാല്യൂ ആയിട്ട് എത്രത്തോളം അടുത്ത് വരുന്നുണ്ടെന്നും അതിന് നമ്മൾ എത്ര പോയിന്റ് എടുത്താൽ, ഇപ്പൊ ആ ഒരു മെഷർമെന്റ് വാല്യൂ എന്ന് പറയുന്നത് എത്ര ഡെസിമൽ പോയിന്റ് എടുത്താൽ നമുക്ക് ആക്യുറേറ്റ് ആക്കാം, അതിനെ ബേസ് ചെയ്താണ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എന്ന് പറയുന്നത്. അത് എത്രത്തോളം കൂട്ടിയാൽ നമുക്ക് ഇതിനെ ആക്കാം, ആക്യുറേറ്റ് ആക്കാം, അല്ലെങ്കിൽ ഈ വാല്യൂ റിപ്പീറ്റ് ചെയ്യിപ്പിക്കാം, അല്ലെങ്കിൽ സക്സസീവ് മെഷർമെന്റ്സിന്റെ വാല്യൂസ് നമുക്ക് കൂട്ടാം എന്നുള്ളതിനാണ് നമ്മൾ ഇത് വെച്ചിട്ട് പറയുന്നത്, പ്രിസിഷൻ വെച്ചിട്ട് പറയുന്നത്. ഇനി റെസല്യൂഷൻ. റെസല്യൂഷൻ എന്ന് പറയുന്നത് smallest amount of input signal change that the instrument can detect reliably. അതായത് ഏറ്റവും ചെറിയ ഏത് ഇൻപുട്ട് നമ്മൾ ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കുക. ഓക്കെ, നമ്മളൊരു നമുക്ക് ഒരെണ്ണം മെഷർ ചെയ്യണം, ഒരു വാല്യൂ മെഷർ ചെയ്യണം. അപ്പൊ നമ്മൾ ഇൻപുട്ട് ഇങ്ങനെ സ്ലോലി ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുക എന്ന് വിചാരിക്കുക. അപ്പൊ ഏതൊരു വാല്യൂ എത്തുമ്പോഴാണ്, ഇൻപുട്ടിന്റെ ഏതൊരു വാല്യൂ എത്തുമ്പോഴാണ് ഔട്ട്പുട്ടിൽ ഒരു ചേഞ്ച് കാണിക്കുന്നത്. ഓക്കെ, ആ ഒരു ഇൻപുട്ട് സിഗ്നലിന്റെ വാല്യൂവിനെയാണ് നമ്മൾ റെസല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അതായത് ഒരു ഇൻസ്ട്രുമെന്റിന്റെ ഔട്ട്പുട്ട് ഒരു വേരിയേഷൻ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ട മിനിമം ഇൻപുട്ട്. ഓക്കെ, അതിനാണ് നമ്മൾ റെസല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതിനെ നമുക്ക് ഇക്വേഷനിൽ പറയുകയാണെങ്കിൽ ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഡിവിഷൻസ്, അതാണ് നമ്മൾ റെസല്യൂഷനിൽ പറയണത്. ഇപ്പൊ നമ്പർ ഓഫ് ഡിവിഷൻസ് കൂടുന്ന അനുസരിച്ച് റെസല്യൂഷനും കൂടും. ഓക്കെ, നമ്പർ ഓഫ് ഡിവിഷൻസ് കൂടുന്ന അനുസരിച്ച് റെസല്യൂഷനും കൂടും. ഓക്കെ, ഇപ്പൊ ഇവിടെ നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഡിജിറ്റൽ വോൾട്ട് മീറ്റർ ഹാസ് എ റീഡ് ഔട്ട് റീഡിംഗ് ഫ്രം 0 to 9999 കൗണ്ട്സ്. Determine the resolution of the instrument in volt when the full scale reading is 9.999 volt. Okay, അപ്പോൾ ഫുൾ സ്കെയിൽ റീഡിങ്, ആ ഒരു ഇൻസ്ട്രുമെന്റ് ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് 9.999 വോൾട്ട് ആണ്. ഓക്കെ, ദെൻ ടോട്ടൽ നമ്പർ ഓഫ് ഡിവിഷൻസ് എന്ന് പറയുന്നത് 0 to 9999 കൗണ്ട്സ് ആണെന്ന് പറഞ്ഞത്. അപ്പൊ 9999 ഡിവിഷൻസ് ഉണ്ട് അതിൽ. അപ്പൊ റെസല്യൂഷൻ എന്ന് പറയുന്നത് എന്താ, ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഡിവിഷൻ. അപ്പൊ അത് നോക്കുമ്പോൾ 9.999 ഡിവൈഡഡ് ബൈ 9999 അല്ലെ. അപ്പൊ നമ്മൾ ചെയ്യുമ്പോൾ 10⁻³ വോൾട്ട്, അതായത് 1 മില്ലി വോൾട്ട് ആണ് അതിന്റെ റെസല്യൂഷൻ. അതായത് 1 മില്ലി വോൾട്ട് ഇൻപുട്ട് ഉണ്ടെങ്കിലാണ് ഔട്ട്പുട്ടിന് ഒരു ചേഞ്ച് വരുന്നത്. ഓക്കെ, ദെൻ ഡൈനാമിക് ആര. ഡൈനാമിക് ആരയിൽ ഫസ്റ്റ് വൺ ആണ് സ്പീഡ് ഓഫ് റെസ്പോൺസ്. അതായത് സിസ്റ്റം എത്ര റാപ്പിഡ് ആയിട്ട് ചേഞ്ച് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇൻപുട്ടിന്റെ വേരിയേഷൻ അനുസരിച്ച് സിസ്റ്റം എത്ര ഫാസ്റ്റിൽ റിയാക്ട് ചെയ്യുന്നു, അതാണ് സ്പീഡ് ഓഫ് റെസ്പോൺസ് എന്ന് പറയുന്നത്. ദെൻ മെഷറിംഗ് ലാഗ്.
അതായത് മെഷറിംഗ് ലാഗ് എന്ന് പറയുമ്പോൾ അതായത് നമുക്ക് ഒരു വേരിയേഷൻ വരാൻ അല്ലെങ്കിൽ ഔട്ട്പുട്ടിന് വേരിയേഷൻ വരാൻ ഒരു ടൈം എടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ആ ഒരു വേരിയേഷൻ വരാൻ എടുക്കുന്ന ആ ഒരു ടൈമിനാണ് നമ്മൾ ലാഗ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് രണ്ട് തരത്തിൽ ലാഗ് പറയാം, റിട്ടാർഡേഷൻ ലാഗും ടൈം ഡിലേ ലാഗും. ഇപ്പൊ റിട്ടാർഡേഷൻ ലാഗ് എന്ന് പറയുന്നത് ദ റെസ്പോൺസ് ഓഫ് മെഷർമെന്റ് സിസ്റ്റം ബിഗിൻസ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ എ ചേഞ്ച് ഇൻ മെഷേർഡ് ക്വാണ്ടിറ്റി ഹാസ് ഒക്വേർഡ്. ഇമ്മീഡിയറ്റ്ലി ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ നമ്മളതിനെ റിട്ടാർഡേഷൻ ലാഗ് എന്ന് പറയാം. Okay, then time delay lag. The measurement lags of this type are very small and are of order of fraction of seconds and hence can be ignored. In this case, response begins after the application of input is called after dead time. Such a delay shifts the response along time axis and hence causes the dynamic error. Okay. അതായത് ടൈം ഡിലേ എന്ന് പറയുന്നത് നമ്മൾ ഇൻപുട്ടിന് വേരിയേഷൻ വന്നാലും ഒരു പർട്ടിക്കുലർ ടൈം കഴിയാതെ ഔട്ട്പുട്ടിന് വേരിയേഷൻ വരില്ല. അപ്പൊ അങ്ങനെ വരുന്ന വേരിയേഷൻ വരാതെ ഇരിക്കുന്ന അത്രയും ടൈമിനെ നമ്മൾ ഡെഡ് ടൈം എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു ഡെഡ് ടൈമിലുള്ള ആ ഒരു ലാർജസ്റ്റ് ചേഞ്ച് ഇൻ ഇൻപുട്ട് എന്ന് പറയുന്നതാണ് ഡെഡ് സോൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ഇത്തരം ഡിലേനെ, അതായത് നമുക്ക് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഒരു ടൈം ഡിലേ കഴിഞ്ഞ് ഷിഫ്റ്റ് ചെയ്തിട്ടാണ് ഔട്ട്പുട്ട് വരുന്നത്. ഓക്കെ, ആ ഒരു ഡിലേനെ നമ്മൾ അല്ലെങ്കിൽ ലാഗിനെ നമ്മൾ ടൈം ഡിലേ ലാഗ് എന്ന് പറയും. കൂടാതെ അങ്ങനെ വരുന്ന ഒരു ഷിഫ്റ്റ് ഡൈനാമിക് എററും ഉണ്ടാക്കും. ഓക്കെ, അപ്പൊ ഈ ഗ്രാഫ് നോക്കുക, ഗ്രാഫിൽ ഇൻപുട്ട് നമ്മൾ കൊടുത്തിട്ടും ഇൻപുട്ട് ഒരു പർട്ടിക്കുലർ ടൈം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഔട്ട്പുട്ടിന് വേരിയേഷൻ വരുന്നുള്ളൂ. അതുവരെ ഔട്ട്പുട്ട് ഇങ്ങനെ കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, അപ്പൊ ആ ഒരു ഔട്ട്പുട്ടിന് ചേഞ്ച് വരാതിരിക്കുന്ന ഒരു ടൈമിനെ ഡെഡ് ടൈം എന്നും ആ ഡെഡ് ടൈമിലുള്ള ഇൻപുട്ട് മെഷറൻസിന്റെ ആ ഒരു ലാർജസ്റ്റ് ചേഞ്ചിനെ നമ്മൾ ഡെഡ് സോൺ എന്നും പറയും. Then third is fidelity. It is the ability of an instrument to produce a wave shape identical to wave shape of the input with respect to time. അതായത് ഇൻപുട്ടിൽ എന്ത് ചേഞ്ച് വരുന്നോ അതേ ചേഞ്ച് വിത്തൗട്ട് എനി ഡിലേ അല്ലെങ്കിൽ വിത്തൗട്ട് എനി ഡൈനാമിക് എറർ ആ ഒരു ചേഞ്ച് ഇൻസ്ട്രുമെന്റിന് കാണിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ആ ഒരു എബിലിറ്റിനെയാണ് നമ്മൾ ഫിഡിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ dynamic error. It is the difference between the true value changing with the time and value indicated by measuring system without static error. Okay, static error ഇല്ലാതെ ട്രൂ വാല്യൂവിനെ ബേസ് ചെയ്തിട്ട് മെഷർ ചെയ്യുന്ന വാല്യൂ കാണിക്കുന്ന ഡിഫറൻസ്, അതിനാണ് നമ്മൾ ഡൈനാമിക് എറർ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ മെഷർമെന്റ് എറർ. നമുക്ക് മെഷർ ചെയ്യുമ്പോൾ എറർ സംഭവിക്കാം അല്ലെ. ഇപ്പൊ എറർ എന്ന് പറയുന്നത് നമുക്ക് പല രീതിയിൽ സംഭവിക്കാം. അതായത് ചിലപ്പോൾ നമ്മൾ ഒരു എൻവയോൺമെന്റൽ കണ്ടീഷൻസ് വെച്ചിട്ടായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ നോക്കുന്നത് മെഷർ ചെയ്യുന്ന ആളുടെ പ്രശ്നം കൊണ്ടായിരിക്കും, കെയർലെസ്നെസ് കൊണ്ടായിരിക്കും, എങ്ങനെ വേണമെങ്കിലും വരാം. അപ്പം ഈ എറേഴ്സിന്റെ സോഴ്സിനെ ബേസ് ചെയ്ത് നമുക്ക് മൂന്നായിട്ട് എറർ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്: ഗ്രോസ് എറർ, സിസ്റ്റമാറ്റിക് എറർ, റാൻഡം എറർ. ഓക്കെ, ഗ്രോസ് എറർ എന്ന് പറയുന്നത് ഹ്യൂമൻ മിസ്റ്റേക്സ് കാരണം ഉണ്ടാവുന്നതാണ് ഗ്രോസ് എറർ. അതായത് റീഡിങ് മിസ്റ്റേക്സോ കാൽക്കുലേറ്റിംഗ് മിസ്റ്റേക്സോ അങ്ങനെ ഹ്യൂമൻ കാരണം ഉണ്ടാവുന്ന എറേഴ്സ് എല്ലാം ഗ്രോസ് എറർ ആണ്. അപ്പൊ നമുക്കതിനെ ടോട്ടലി എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മിനിമൈസ് ചെയ്യാൻ പറ്റും. അതായത് നല്ല രീതിയിൽ ടേക്ക് കെയർ ചെയ്ത് വേണം മെഷർമെന്റും റീഡിങ്ങും റെക്കോർഡിങ്ങും ഒക്കെ എടുക്കാൻ. അതേപോലെ സെയിം ക്വാണ്ടിറ്റി തന്നെ ഒന്നിൽ കൂടുതലൊന്ന് മെഷർ ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ ഒരുപാട് പ്രാവശ്യം അതായത് 1, 2, 3 പ്രാവശ്യം മെഷർ ചെയ്ത് പല ആൾക്കാരെ കൊണ്ട് മെഷർ ചെയ്യിപ്പിച്ച് നോക്കുക. അങ്ങനെയൊക്കെ നമുക്ക് ഗ്രോസ് എററിനെ കുറയ്ക്കാൻ പറ്റും. ഓക്കെ, ദെൻ സെക്കൻഡ് സിസ്റ്റമാറ്റിക് എറർ. സിസ്റ്റമാറ്റിക് എറർ എന്ന് പറയുന്നത് നമുക്ക് 3 രീതിയിൽ സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഒന്ന് ഇൻസ്ട്രുമെന്റൽ എറർ. ഓക്കെ, ഇൻസ്ട്രുമെന്റൽ എറർ എന്ന് പറയുമ്പം ഇൻസ്ട്രുമെന്റ് കാരണം തന്നെ ഉണ്ടാവുന്ന ജനറേറ്റ് ചെയ്യുന്ന ഒരു എററാണ്. അതായത് ലോഡിങ് എഫക്ട്സോ അല്ലെങ്കിൽ മിസ്യൂസോ അങ്ങനെ ഇൻസ്ട്രുമെന്റിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ കാരണം. ഓക്കെ, അത് നമുക്ക് എങ്ങനെ അവോയ്ഡ് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ള മെഷർമെന്റ് ഇൻസ്ട്രുമെന്റ് എടുക്കുക. അതേപോലെ കറക്ഷൻ ഫാക്ടേഴ്സ് ഒക്കെ കറക്റ്റ് ആണോ അല്ലെ അപ്ലൈ ചെയ്യാൻ നോക്കുക. അതേപോലെ മെഷീൻ ഒരു
പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡിനെ അഗെയിൻസ്റ്റ് ആയിട്ട് കാലിബ്രേറ്റ് ചെയ്ത് വെക്കുക. ഇതൊക്കെയാണ് നമുക്ക് ഇൻസ്ട്രുമെന്റൽ എറർ നമുക്ക് കുറയ്ക്കാൻ അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന മാർഗങ്ങൾ എന്ന് പറയുന്നത്. ദെൻ എൻവയോൺമെന്റൽ എറർ. എൻവയോൺമെന്റൽ എറർ എന്ന് പറയുന്നത് എൻവയോൺമെന്റൽ കണ്ടീഷൻസ് എങ്ങനെ ഇൻസ്ട്രുമെന്റ്സിനെ എഫക്ട് ചെയ്യുന്നു അതിനെ ബേസ് ചെയ്തിട്ടാണ് എൻവയോൺമെന്റൽ എറർ വരുന്നത്. അതായത് പ്രത്യേകിച്ച് നമ്മൾ ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി, പ്രഷർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഇൻസ്ട്രുമെന്റ്സിനെ ബാധിക്കുമല്ലോ. അപ്പം നമുക്ക് അത് എങ്ങനെ കുറയ്ക്കാം അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യാം എന്നുള്ളത് പ്രോപ്പർ കറക്ഷൻ ഫാക്ടർ ഉപയോഗിക്കുക. അതേപോലെ തന്നെ എന്താണ് ആ ഇൻസ്ട്രുമെന്റിന് വേണ്ട ബാലൻസ് ചെയ്യാനുള്ള ഒരു കണ്ടീഷൻ, ആ കണ്ടീഷൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യാൻ നോക്കുക. അതേപോലെ നമ്മൾ ഒരു ഇൻസ്ട്രുമെന്റ് വേറൊരു സ്ഥലത്തേക്ക് നമ്മൾ കൊണ്ടുവെക്കുകയാണെങ്കിൽ പോലും അവിടുത്തെ ഒരു ലോക്കൽ കണ്ടീഷൻ അനുസരിച്ച് പുതിയ രീതിയിൽ കാലിബ്രേറ്റ് ചെയ്ത് വെക്കുക. ഓക്കെ. ദെൻ മൂന്നാമത്തെയാണ് ഒബ്സർവേഷണൽ എറർ. ഓക്കെ. അപ്പൊ ഇത് മീറ്റർ റീഡിങ് ചെയ്യുന്ന ഒരാളുടെ കെയർലെസ്നെസ് കൊണ്ടുണ്ടാവുന്ന ഒരു എററാണെന്ന് നമുക്ക് പറയാം. ഓക്കെ. അപ്പം എന്താ പറയാ, അത് പാരലാക്സ് എറർ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ഒബ്സർവറിന്റെ പ്രശ്നം കൊണ്ടുണ്ടാവുന്ന എറേഴ്സിനാണ് നമ്മൾ ഒബ്സർവേഷണൽ എറർ എന്ന് പറയുന്നത്. അപ്പം അത് നമുക്കിപ്പം പറഞ്ഞ പോലെ ഇപ്പൊ ഡിജിറ്റൽ ഡിസ്പ്ലേ ഉള്ള ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ആയതുകൊണ്ട് നമുക്ക് കൂടുതലും ഇതൊക്കെ നമുക്ക് കുറയ്ക്കാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ. ദെൻ റാൻഡം എറർ. റാൻഡം എറർ എന്ന് പറയുമ്പോൾ അതിന്റെ കാരണം നമുക്കറിയില്ല. റാൻഡം ആയിട്ട് പല രീതിയിൽ നമുക്ക് പ്രശ്നങ്ങൾ വരാം. ഓക്കെ. അതായത് വല്ല വൈബ്രേഷൻസ് കൊണ്ടോ അല്ലെങ്കിൽ ഫ്രിക്ഷൻ കൊണ്ടോ നമ്മളിപ്പോൾ മെഷർമെന്റ് ഇങ്ങോട്ട് നീക്കിയൊക്കെ വെച്ച് കഴിയുമ്പോൾ അതിന്റെ അനക്കം തട്ടുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ അങ്ങനെ. അപ്പോൾ ഈ ഒരു റാൻഡം എറർ എന്ന് പറയുന്നത് എപ്പോഴും മാഗ്നിറ്റ്യൂഡ് വേരിയബിൾ ആയിരിക്കും. ഓക്കെ. അതായത് എങ്ങനെ വേണമെങ്കിലും വരാം, കൂടുതലോ കുറവോ എങ്ങനെ വേണമെങ്കിലും വേരിയഡ് ആയിട്ടുള്ള ഒരു മാഗ്നിറ്റ്യൂഡും സൈനും ആയിട്ടായിരിക്കും വരുന്നത്. അതുപോലെ എന്തെങ്കിലും പ്രത്യേകിച്ച് ലോസ് ഒന്നും ഉപയോഗം ചെയ്യുന്നില്ല. ഓക്കെ. അപ്പൊ ഇത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് റിപ്പീറ്റഡ് ആയിട്ടുള്ള മെഷർമെന്റ്സ് ഒക്കെ എടുത്ത് നോക്കുക എന്നുള്ളതേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ. ദെൻ രണ്ട് ടേംസ് ആണ് നമ്മൾ പ്രോബ്ലംസ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് വേണ്ട. സ്റ്റാറ്റിക് എററിനെ ബേസ് ചെയ്തിട്ടുള്ള രണ്ട് ടേംസ് ആണ് ഈ അബ്സല്യൂട്ട് എറർ എന്ന് പറയുന്നത്. അതായത് ഡിഫറൻസ് ബിറ്റ്വീൻ മെഷേർഡ് വാല്യൂ ഓഫ് ദ വേരിയബിൾ ആൻഡ് ദ ട്രൂ വാല്യൂ ഓഫ് ദ വേരിയബിൾ. ഓക്കെ. അപ്പൊ ഡെൽറ്റ എ അതാണ് നമ്മൾ അബ്സല്യൂട്ട് എറർ ആയിട്ട് പറയുന്നത്. അതിന് എ എം മൈനസ് എ, അതായത് എക്സ്പെക്ടഡ് വാല്യൂ മൈനസ് മെഷേർഡ് വാല്യൂ. എക്സ്പെക്ടഡ് വാല്യൂ എന്ന് പറഞ്ഞാൽ ട്രൂ വാല്യൂ മൈനസ് മെഷേർഡ് വാല്യൂ. ദെൻ റിലേറ്റീവ് എറർ. റിലേറ്റീവ് എറർ എന്ന് പറയുമ്പം അബ്സല്യൂട്ട് എറർ ബൈ ട്രൂ എറർ. ഡെൽറ്റ എ ബൈ എ എന്ന് പറയാം. അപ്പൊ ഡെൽറ്റ എന് നമുക്ക് എ എം മൈനസ് എം എന്ന് എഴുതാം. അപ്പൊ അതനുസരിച്ചുള്ള ഇക്വേഷൻ മാറും. അപ്പൊ നമ്മൾ പ്രോബ്ലംസ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന വാല്യൂസിനെ ബേസ് ചെയ്ത് നമുക്ക് എഴുതാം. ഓക്കെ. അപ്പൊ ഈ റിലേറ്റീവ് ലിമിറ്റിംഗ് എറർ എന്ന് പറഞ്ഞ സാധനമുണ്ട്. എപ്സിലോൺ ആർ എന്ന് പറയുന്നത് എപ്സിലോൺ 0 ബൈ എ എം എന്ന് പറയാം. അതേപോലെ പെർസെൻറ്റേജ് എറർ എന്ന് പറയുമ്പോൾ ഈ റിലേറ്റീവ് എറർ ഇൻറ്റു 100, അതായത് എപ്സിലോൺ 0, അതായത് എപ്സിലോൺ 0 എന്ന് ഇവിടെ പറയുന്നത് അബ്സല്യൂട്ട് എററിനെ ആട്ടോ. അതായത് ആ ഒരു എ എം ഈക്വൽ ടു എ എന്നൊരു കണ്ടീഷൻ ഇത് വരുന്ന അബ്സല്യൂട്ട് എറർ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ നെഗ്ലിജിബിൾ ആണെങ്കിൽ എന്നൊരു കണ്ടീഷൻ വരുമ്പോഴാണ് പെർസെൻറ്റേജ് എറർ നോക്കുന്നത്. അപ്പം എപ്സിലോൺ ആർ ഇൻറ്റു 100, അതായത് എപ്സിലോൺ 0 ബൈ എ എം ഇൻറ്റു 100. അതുപോലെ പെർസെൻറ്റേജ് എറർ നോക്കി അബ്സല്യൂട്ട് വാല്യൂ ബൈ എക്സ്പെക്ടഡ് വാല്യൂ ഇൻറ്റു 100. ഓക്കെ. അപ്പം ഡെൽറ്റ എ ബൈ എ എം ഇൻറ്റു 100. അപ്പം എ എം മൈനസ് എ ബൈ എ എം ഇൻറ്റു 100. അപ്പൊ റിലേറ്റീവ് ആക്യുറസി എന്ന് പറയുന്നത് 1 മൈനസ് എ എം മൈനസ് എ ബൈ എ എം. ഇതാണ് റിലേറ്റീവ് ആക്യുറസി എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ടേംസ് ഒക്കെ ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. പ്രോബ്ലംസ് വരുവാണെങ്കിൽ നമുക്കിത് ആവശ്യമാണ്. ഓക്കെ. പ്രോബ്ലംസിനകത്ത് ചെയ്യാനായിട്ട് ചിലപ്പോൾ ചോദിക്കാറുണ്ട്.